ഹായ്. ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കും അല്ലേ? എന്നാലോ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഇന്നെങ്കിലും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. എൻ്റെ വർക്കിംഗ് ടേബിൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മൈൻഡും എത്രത്തോളം ക്ലട്ടേർഡ് ആയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുക്കുന്നതിന് മുൻപായിട്ടുള്ള ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ബുദ്ധൻ്റെ ലോക്കറ്റാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആർട്ട്ലൈൻ്റെ ഡ്രോയിങ് സിസ്റ്റം 0.4 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഔട്ട്ലൈൻ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കളേഴ്സ് എടുത്തിട്ടുണ്ട്. സാധാരണ മ്യൂറലിൽ ചെയ്യുന്ന പോലെ തന്നെ യെല്ലോ ഒക്കർ വെച്ചിട്ടാണ് ഞാൻ ബേസ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. റെഡിൻ്റെ സ്ഥാനത്ത് സ്കാർലറ്റ് ലേക്കാണ് യൂസ് ചെയ്യുന്നത്. ഇലകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാപ്പ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. എക്സാക്റ്റ് ഒരു മ്യൂറൽ തീമിലൊന്നും അല്ല കേട്ടോ ഞാനിത് ചെയ്യുന്നത്. അതിന് മാത്രമുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അത് കൂടാതെ ഗ്രീനിൻ്റെ മറ്റൊരു ഷെയ്ഡ് കൂടി എടുക്കുന്നുണ്ട്. പൊതുവെ മ്യൂറലിൻ്റെ ബേസ് കളറായിട്ട് യൂസ് ചെയ്യാത്തൊരു ഷെയ്ഡാണിത്. സാപ്പ് ഗ്രീൻ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ മാല 2-3 പാറ്റേണിൽ ഞാൻ ചെയ്ത് നോക്കിട്ടോ, പക്ഷെ എനിക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ ഇതുപോലെ അധികം വണ്ണമില്ലാത്ത ത്രെഡിൽ കുറച്ച് ബീഡ്സ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള ഒരു ചെയിൻ ഡിസൈനാണ് ചെയ്തത്. കൂട്ടത്തിൽ അതിൻ്റെ ബേസിൽ ഒരൊറ്റ ടാസൽ മാത്രം ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഈ പറഞ്ഞ പോലെ ഒട്ടും തൃപ്തികരമായിരുന്നില്ല കേട്ടോ ആ ഒരു പാറ്റേൺ. കുറേ നേരം ഞാൻ അതിനെ നോക്കിയിരുന്നു കേട്ടോ. എനിക്ക് കാര്യമായിട്ടുള്ള ഐഡിയാസ് ഒന്നും കിട്ടിയില്ല. ഒരു ദിവസം മുഴുവൻ ഞാനത് അങ്ങനെ തന്നെ വെച്ചു. നല്ലൊരു ഡീപ്പ് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇത് ചെയ്യാനിരുന്നു കേട്ടോ. പിന്നെ ഞാനതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതാണ് ഞാൻ ചെയ്ത ഡിസൈൻ. ഇത് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വലിയ അടിപൊളിയൊന്നും അല്ലെങ്കിലും നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പാറ്റേൺ കിട്ടുമ്പം അത് തരുന്ന സന്തോഷം ഒട്ടും ചെറുതല്ല കേട്ടോ.